ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, നമ്മളെ നായ്ക്കളെല്ലാം ഇന്ന് എന്തായാലും കുളിപ്പിക്കണം. അപ്പൊ നമ്മളൊരു വീഡിയോ ആയിട്ട് എടുക്കാന്ന് അങ്ങോട്ട് വിചാരിച്ച്. പിന്നെ നമ്മള് 2 നായിനെ കുളിപ്പിക്കണം കേട്ടോ. ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് നോക്കുന്ന പറഞ്ഞില്ല, നമ്മളെ ശങ്കുനെ കടിക്കാൻ വരുന്നുണ്ട്. പൂച്ചയാണ് ഇങ്ങനെ തപ്പി തപ്പി തടഞ്ഞ് കളിക്കുന്നുണ്ട്. അതാകണ്ട ദാ നോക്കുന്നുണ്ടാ മോയെ, കാണുന്നുണ്ടാ? കാണിച്ചു കൊടുക്കൂ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കും. നമ്മളെ ശങ്കുനെ കടിക്കാൻ, ശങ്കുവിന് ഫാൻസ് അസോസിയേഷൻ ഉള്ളതോ. അപ്പം നമ്മള് ഇവരെ കുളിപ്പിക്കാൻ വേണ്ടി നിക്കുന്ന കേട്ടോ. അന്നേരം നമ്മളെന്തായാലും ഒരു വീഡിയോ അങ്ങോട്ട് എടുക്കാന്ന് വിചാരിച്ച്. പിന്നെ അണ്ണാക്കില് വെക്ക, അണ്ണാക്കില്. അപ്പൊ നമ്മളെ ഏട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ 2 ആളെയും കുളിപ്പിക്കും, അല്ലെ നമ്മൾ ഒരാളെ മാത്രമേ കുളിപ്പിക്കുള്ളൂ. എന്താന്ന് വെച്ചാല് ഏട്ടൻ ഉണ്ടെങ്കിൽ നമ്മളെ ടെസ്റ്റൂനെ മെരിക്കാൻ പറ്റും. നല്ല സേസ് ഉള്ള നായിയാണ്. അപ്പൊ നമ്മളെ ഇടവലത്തുനിന്ന് ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പൊ കുറെ ആളെയെല്ലാം കാണുന്ന സമയത്ത് ഇവന് ഒരേറ്റ ഓട്ടായിരിക്കും. പിന്നെ നമ്മള് അങ്ങോട്ട് പിടിച്ചിട്ട് വരുമ്പോ അവിടെ 10-15 ആളെ കടിച്ചിട്ടുണ്ടാവും. എന്തിനാ വെറുതെ നമ്മള് ബാക്കിയുള്ള ആളെ വായിരുള്ളത് കേൾക്കുന്നത്. അതുകൊണ്ട് ആദ്യം നമ്മള് ലിയോനെ കുളിപ്പിക്കും. ഏട്ടൻ അപ്പത്തേക്ക് വന്നിട്ടുണ്ട്, ടെസ്റ്റൂനെയും കൂടി കുളിപ്പിക്കും. അല്ലെങ്കിൽ നമ്മള് ടെസ്റ്റൂനെ നാളെ കുളിപ്പിക്കും കേട്ടോ. അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മൾ അതൊരു വീഡിയോ ആയിട്ട് എടുക്കുന്നത്. എന്തായാലും നിങ്ങൾ വീഡിയോ കാണുക കേട്ടോ. ഇന്നത്തെ നമ്മളെ വ്ളോഗിൽ ഇതാ ലിയോ ഉണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ടെസ്റ്ററിനും വരും. നോക്കുന്നേ ഇവരെന്താ ചെയ്യുന്നത്. ഏതാ എനക്ക് തണുക്കുന്ന ഇഞ്ചി എന്തെന്നാ എന്റെ മേത്ത് മുക്കിപ്പായിരുന്നു. ശീതം പിടിക്കുന്നുണ്ടപ്പാ? ശീതം വെച്ചിട്ടുണ്ടപ്പാ? ശീതം വെച്ചിട്ടുണ്ടാ? ആദ്യം തലയാ വിളിക്കുന്നു. ഇതെന്താ താളിയല്ല തേക്കണ? കുണ്ണിക്കാൽ വളരെ വളരെ ഉയ്യന്റെ അമ്മേ, അനക്ക് കൈയല്ല പരിഹാരത്തൊന്നും പോയിട്ട്. അയ്യോ, അനക്ക് പരിഹാരത്തൊന്നും പോയിട്ട് ഇങ്ങനെ കുത്താൻ കൈയല്ല. അങ്ങോട്ടും നാളെ കഴുത്തിന് ഊരിപ്പോത്. എങ്ങനെയുള്ള ചെക്കനാ? ഇതെന്താ ഇങ്ങനെ കാണിച്ചു തരുന്നേ? കുളിപ്പിക്കാനല്ല. അയ്യോ, എലുമ്പൊക്കെയായി. നോക്കിയാട്ടം നിക്കുന്ന നിർത്താനല്ല. ഇത് ലിയോ തന്നെയാ. ഇത് ഏച്ചീനെ നോക്കുന്നു മുകളിലോട്ട്. ചീത പിടിക്കുന്നുണ്ടാ? ചീത പിടിക്കുന്നുണ്ടാ? ചീത വെച്ചുന്നുണ്ടാ കുഞ്ഞിന്? എപ്പാ ഇവനൊരു ദേഷ്യം വരുവാന്നെല്ലാം പറയാൻ പറ്റൂല. ചെവിയുടെ കളർ തന്നെയാ തോന്നുന്നു, മണ്ണൊന്നുമല്ല. എന്തിനാണ് എന്റെ കുട്ടീനെ കൊണ്ട് വേണ്ടാത്ത പറയുന്നത്? എന്റെ മോനെ, എടാ മോനെ, നോക്കറേ ഏച്ചീനെ ഇങ്ങനെ സൂക്ഷ്മമായി വീക്ഷിക്കുന്നുണ്ട്. എങ്ങനെ ഇവളെ ഞാൻ കടിക്കുന്ന അങ്ങാത്ത കരിമ്പം കുത്തീനോട്. ഇതെന്താ ഇവൻ ഇന്ന് എങ്ങനെ കാണിച്ചു തരുന്ന കുളിപ്പിക്കാൻ? ബാബേ ബാബേ, ദേഷ്യം വന്നാ പിന്നെ ഞങ്ങളെ ബാബയും കൂബയും എല്ലാം അങ്ങ് മാറും അല്ലേ? എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ ഈലത്തോ മേത്തെല്ലാം ആക്കുന്നതാവും വെള്ളം. തോർത്തുന്നോ എന്റെ മേല്? തോർത്താനൊന്നും ആയിട്ടില്ല, വെള്ളമെല്ലാം ഉണ്ട്. ഇലകൾ പച്ച, പൂക്കൾ മഞ്ഞ. ഓടി വരുമ്പോ കള്ളനെ പിടിച്ചേ. ഇന്ന എന്നെ പിടിക്കണോ? ഇന്ന തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആയിട്ട് ലിയോ എന്റെ കുപ്പായെല്ലാം പെരക്കി എന്റെ നനഞ്ഞ് പുതിർന്നു പോയി. എന്തിനാ ഇങ്ങനെ ഓടുന്നേ? മാറി. എന്തിനാണ് ഇങ്ങനെ കുട്ടിക്ക് വെള്ളം ഒഴിച്ചത്? ഇനി ടെസ്റ്റൂനെ കുളിപ്പിക്കണോ? ടെസ്റ്റൂന് എനക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു കയ്യില്. അതെങ്ങനെ ഓനെ കഴിച്ചുകൊണ്ടേയിരുന്നില്ല. കാലെല്ലാം ചില്ലിച്ച പോലെയായി പോയി. ഡ്രയർ എടുക്കട്ടെ ഉണക്കാൻ? ഉണക്കിത്തരൂ ഉണക്കിത്തരൂ. ഉണക്കണ
ഡ്രയർ എടുക്കട്ടെ, പക്ഷെ ഡ്രയർ കൊണ്ട് വെക്കുമ്പോ ഇവൻ എന്നാന്നറിയാവോ, ഡ്രയർ വെക്കുന്ന സമയത്ത് ഇവൻ അങ്ങനെയായിരിക്കും, ഭയങ്കര ദേഷ്യ. ഡ്രയർ വെക്കുന്ന ഇഷ്ടമല്ല. നീ എന്റെ അടുത്ത് വാണേ, നീ എന്റെ അടുത്ത് വാണേ, ഞാൻ എന്റെ മേലെ കയറി ഇരിക്കാന്ന്. ഏച്ചിനോട് ഭയങ്കര സ്നേഹം കൂടുതലുള്ള സാധന. ഏച്ചി പറയുന്നതെല്ലാം കേക്കൂ, കുട്ടിക്ക് വിറക്കാൻ തുടങ്ങി. ഞമ്മക്കൊരു സ്വഭാവം ഉണ്ട്, എന്നാന്നറിയാവാ, നമ്മളിങ്ങനെ ആടെ കെട്ടിക്കഴിഞ്ഞാ ഒരു പണിയും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാ മൂക്ക് ഇങ്ങനെ ജെല്ലിയിലിട്ട് ടിഷ്യൻ 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 എന്നാക്കിട്ട് ഒരക്കും. അങ്ങനെ ഒരച്ചൊരച്ച് നമ്മളങ്ങ് പൊട്ടിക്കും അല്ലെ. എന്നെ കൊണ്ട് തന്നെയാണോ ഈ പറയുന്നത് ഈ വേണ്ടായ്മ? എനക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നെ കൊണ്ട് വേണ്ടാത്തത് ജനങ്ങളോട് പറഞ്ഞു കൊടുത്താലുണ്ടല്ലോ, എന്നെ കൊണ്ട് ജനങ്ങളോട് വേണ്ടാത്ത പറഞ്ഞു കൊടുത്താലുണ്ടല്ലോ. ലിയോ പറയാ, ലിയോ രണ്ട് കൊറ വെച്ചാ അങ്ങനെ പവനായി ശവമായി ജിങ്കിട് ചിക്കാം ചിക്കാം ജിങ്കിട് ചിക്കാം. എടാ എന്റെ തലേന്നാ തോർത്തങ്ങ് മാറ്റുമോ? ഏച്ചി ഗ്ലൗസ് ഇട്ടിട്ട് കുളിപ്പിച്ച് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഓനോട് അറപ്പുണ്ടായിട്ടൊന്നുമല്ലേ, ഏച്ചിന്റെ കൈക്ക് അലർജി ആയതുകൊണ്ടാണ് അങ്ങനെ കുളിപ്പിച്ചത്. അപ്പൊ നിങ്ങളെ ആയിരിക്കും അനക്ക് കുളിപ്പിച്ചൂടേന്ന്. ഞാൻ കുളിപ്പിച്ചിട്ടുണ്ട്, ഒന്നിക്ക് എന്റെ കൈ ഇവിടെ ഉണ്ടാകും, ഞാൻ വേറെ ഉണ്ടാവും, കടിച്ച് മുറിച്ചവിടെ ഇടും. ഓൻ ഏച്ചി മാത്രമേ കുളിപ്പിക്കാൻ ലെവലാവുള്ളൂ. ഇനി അടുത്ത നമ്മളെ ടെസ്റ്റ് ഉണ്ട്, ടെസ്റ്റുവിനെ കുളിപ്പിക്കാൻ ഇന്ന് പറ്റുമെന്നു പറഞ്ഞുവിടാം. ടെസ്റ്റുവിനെ കുളിപ്പിക്കാൻ ഏട്ടൻ വേണം, ലിയോനെ കുളിപ്പിക്കാൻ ഏച്ചി വേണം, അങ്ങനെയുള്ള അവസ്ഥയാണ് ഇവിടെ. ടെസ്റ്റ് എന്നാലും വലിയ ഭീകരനല്ല. അടുത്ത നിങ്ങൾക്ക് നമ്മളെ ടെസ്റ്റുവിനെ കാണിച്ചു തരാം. ടെസ്റ്റ് ഗുഡ് ബോയ് ആണ്. ടെസ്റ്റർ കം കം, പുറത്തു വാ പുറത്തു വാ. ഇവന് നല്ല അനുസരണയാണല്ലോ. ഇവൻ എന്തുകൊണ്ടാണ് ആൾക്കാരുടെ മുമ്പിൽ നാണം കെടുത്തുന്നത്? എനിക്ക് എന്തിനാ എന്നെ നാണം കെടുത്തുന്നത്? ഇങ്ങോട്ട് കീയടാ, ഇങ്ങോട്ട് കീയടാ. വരത്തില്ല. ഇവന് എന്നെ കീഞ്ഞു വരുന്നവൻ ഇരുന്നാണ്ടാ. എന്തിനാ ഇങ്ങനെ ദേഷ്യോ? എന്താ ഷേക്കാൻ നോക്കട്ടെ. ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ആണേ, നല്ല മോനാണേ. ഇങ്ങോട്ട് വാ, ഇനി ഇങ്ങോട്ട് വാ. ഇതെന്തെന്നാ എന്റെ കൈമിലാക്കി? ഇനി ടപ്പിയല്ലടാ, ഇനി ടപ്പിയല്ല എന്റെ കൈമിലുള്ള എല്ലടേ, അത് ചോക്ലേറ്റ് ആക്കിക്കോ. വെറൈറ്റി നമുക്ക് കുളിക്കണ്ടേ? ഇത്ര കാലായി കുളിച്ചിട്ട്. അടക്കുന്ന കുളിക്കണ്ട, തിങ്കളാഴ്ച ആവട്ടെ. ഇന്ന് വേണ്ട, അടുത്ത ആഴ്ച കുളിക്കാന്ന്. എന്നാ ആടെ എന്നാളെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. കഴുത്ത് കുറച്ചതാക്ക്. എനിക്ക് ക്യാമറ വന്നിച്ചാ അതെനിക്ക് ഞാൻ ചെയ്യില്ലേ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കൂട്ടിന്. അപ്പൊ നമ്മളെ നായിനെ കുളിപ്പിച്ചേട്ടാ. നമ്മളെ ലിയോനെ മാത്രമേ കുളിപ്പിച്ചിട്ടുള്ളൂ, ടെസ്റ്റിനെ കുളിപ്പിച്ചിട്ടില്ല കേട്ടോ. ടെസ്റ്റ് ഇന്ന് കുളിക്കണ്ട എന്ന് പറഞ്ഞു. ടെസ്റ്റ് പറഞ്ഞോണ്ട് നമ്മളത് ചെയ്ത്. അതെ, ഓന് അടുത്ത ആഴ്ച കുളിച്ചാൽ മതി. കൊച്ചുങ്ങൾ എന്തൊക്കെ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ അങ്ങ് ചെയ്തു കൊടുക്കണം. അതല്ലേ, കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം അങ്ങോട്ട് പറഞ്ഞാൽ നമ്മൾ അതങ്ങോട്ട് സാധിച്ചു കൊടുക്കണം. ഓന് ഇന്ന് കുളിക്കണ്ട, ഓന് നാളെ കുളിച്ചോളാന്ന് പറഞ്ഞ് അങ്ങനെ നമ്മള് ലിയോന്റെ കുളി കഴിഞ്ഞ് ഓൻ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച പോലെയാന്ന് മണ്ണിൽ ഇങ്ങനെ പെരങ്ങാൻ നിന്നിട്ടുണ്ട്. അത് പിന്നെ കാണിച്ചു തരാട്ടോ. അപ്പൊ നമുക്കിനി എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ എന്താ വെച്ചാല് സൂര്യന്റെ ഏട്ടന്റെ കല്യാണല്ലേ, ത്രെഡ് ചെയ്യാൻ പോണം. അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് ഒരു കല്യാണമെല്ലാം വരുമ്പോ നമ്മള് നേരെ ഓടുമല്ലോ, ത്രെഡ് ചെയ്യണം. തെരുവിലുള്ളൊരു വീട്ടിൽ പോയിട്ട് ത്രെഡ് ചെയ്യും. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളിലുണ്ട്. എന്തായാലും നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന കേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം എടുക്കണം. ഇന്നത്തെ വീഡിയോ ലിയോനെ കുളിപ്പിക്കാൻ ഭയങ്കര പാടാ, പക്ഷെ ഞാനല്ല കുളിപ്പിച്ച കുളിപ്പിച്ച ക്ഷീണോളം മുഖത്താ കാണുന്നേ. അപ്പൊ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചെറിയൊരു വീഡിയോ ആട്ടോ, നമ്മളൊന്ന് കുളിപ്പിക്കുന്നുണ്ട് ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ. അപ്പൊ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.